നമസ്കാരം, ജയനാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ബിസിനസ്സിലേക്ക് പുതുതായി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പല സാഹചര്യത്തിലാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അതായത് പല ആവശ്യങ്ങളും പല ലക്ഷ്യങ്ങളുമായിരിക്കും ബിസിനസ്സിലേക്ക് ഒരാൾ ഇറങ്ങുന്നതിന് പിന്നിലുണ്ടാവുക. എല്ലാത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പണം സമ്പാദിക്കുക എന്ന് തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് അതിലും മേലെ ലക്ഷ്യങ്ങളുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് പല തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് തുടക്കക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് കൃത്യമായൊരു ആശയം ഉണ്ടാവുക എന്നുള്ളത്. കൃത്യമായ ഒരു ആശയം, എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബിസിനസ്സിനെ കുറിച്ചൊരു നിങ്ങളുടെ ആശയത്തെ നല്ലപോലെ അവലോകനം ചെയ്യുക, വിദഗ്ധരുമായി ചേർന്ന് കൂടിയാലോചിക്കുക എന്നത് ബിസിനസ്സിലെ നിങ്ങളുടെ ആശയം എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നത് മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്. വിദഗ്ധരുമായി ചേർന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ തയ്യാറാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇതിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആശയം എത്രത്തോളം മാർക്കറ്റിൽ വാല്യബിൾ ആണ് എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ വിഷൻ, മിഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതി തയ്യാറാക്കി ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത് വളരെയധികം അത്യാവശ്യകരമാണ്. മൂന്നാമത്തെ കാര്യമാണ് ബിസിനസ്സിലെ നിയമസാധ്യതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൻ്റെ നിയമസാധ്യതകൾ, അതിൻ്റെ രജിസ്ട്രേഷൻ, GST, ബ്രാൻഡിങ്, ലോഗോ രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെയും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത്. വ്യക്തമായ പ്ലാനുകളോടുകൂടി മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഒരു വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ആ ബിസിനസ്സിലെ ഫണ്ടിനെ കുറിച്ച് ഒരു വ്യക്തമായ പ്ലാനിങ് തയ്യാറാക്കേണ്ടതും ഒരു വ്യക്തമായ സ്റ്റഡി നടത്തി ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക. ബ്രേക്ക് ഈവൻ ആവുന്നത് വരെയെങ്കിലും നിങ്ങളുടെ ബിസിനസ് നടത്തുവാനും കൂടുതൽ ലാഭകരമാക്കുവാനും കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കുക. ഫണ്ട് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ പരിഗണിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ചെറിയ രീതിയിൽ ആരംഭിക്കുക എന്നുള്ളത്. ഏതൊരു ബിസിനസ്സും തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച് അതിന് ഉപഭോക്താക്കൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് ഉചിതം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ബിസിനസ് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ് ഏത് ടൈപ്പുള്ളതുമായിക്കോട്ടെ, എല്ലാത്തിലും ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ സിസ്റ്റം കണ്ടെത്തിയതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക. അതും ചേർത്ത് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ബിസിനസ് എപ്പോഴും ലാഭവും നഷ്ടവും വരാൻ സാധ്യതകളാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആകുക എന്നതിലൂടെ നിങ്ങളുടെ നഷ്ടങ്ങളെ കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകും. തുടക്കത്തിൽ എല്ലാ മാസവും അതിനെക്കുറിച്ചൊരു വിശദമായ അവലോകനം നടത്തുന്നത്, വിദഗ്ധരുമായി ചേർന്ന് അവലോകനം നടത്തുക. സ്വന്തമായ അവലോകനം നടത്തുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. വിദഗ്ധരുമായി ചേർന്ന് അതിനെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്നതിനും വേണ്ടതായ മാറ്റങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിനും ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യകരമായ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റാഫുകളുടെ വിന്യാസം. കാര്യക്ഷമമായ അല്ലെങ്കിൽ എക്സ്പേർട്ടായ സ്റ്റാഫുകളെ കൂടെ നിർത്തുവാനും, ഇനി ഫ്രഷേഴ്സിനെയാണ് വെക്കുന്നതെങ്കിൽ അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ നൽകി കൂടെ നിർത്തുവാനും ശ്രദ്ധിക്കുക. വഴിയെ പോകുന്നവരെ എല്ലാം കൂടെ പിടിച്ച് ബിസിനസ്സിലോട്ട് കയറ്റരുത്. നിങ്ങൾക്ക് ചേരുന്ന നിങ്ങളുടെ ബിസിനസ്സിന് യോജിച്ച ആളുകൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമെന്ന് കരുതുന്നവരെ മാത്രം ബിസിനസ്സിൽ കൂട്ടത്തിൽ കൂട്ടുക. അതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സിനെ കൂടെ ചേർക്കുമ്പോഴും. നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിന് യോജിച്ച പാർട്ട്ണർമാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും, അതായത് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ കഴിവുകൾ എന്താണോ, നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമായ കഴിവുകൾ എന്താണോ, അങ്ങനെയുള്ള ആളുകളെ വേണം കണ്ടെത്തി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ നിർത്തുവാൻ. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ചിന്താ ലെവലിന് ചേർന്ന ആളുകളായിരിക്കണം എന്നുള്ളത്. പല വിഭിന്നമായ ചിന്താഗതികളുള്ള ആൾക്കാർ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാലും ബിസിനസ് പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ചിന്താഗതിക്ക് അനുയോജ്യമായ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.